ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ എനിക്ക് ഗഗനചാരി. ആക്ച്വലി ഞാൻ ഈ ഒരു പടത്തിനെ കുറിച്ച് ഒരു 5-6 മാസം മുന്നേ കേട്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രീമിയർ ഷോ കണ്ടു വന്ന ഒരു യൂട്യൂബിൽ ഒന്നുകൊണ്ട് റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. ആ ഒരു റിവ്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ പടത്തിനെ പറ്റി നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായി. അങ്ങനെ എക്സ്പെക്റ്റേഷനിൽ നിന്ന് കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്തപ്പോഴാണ് ഈ ഒരു പടം ഇപ്പോൾ റിലീസായിട്ട് നമ്മൾ പോയി കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ, പക്കാ ലോ ബഡ്ജറ്റിൽ ഇത്രയും ചെയ്ത് വെക്കാന്ന് വെച്ചാൽ അതൊരു സംഭവം തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അരുൺ ചന്ദു എന്ന് പറയുന്ന പുള്ളിയാണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി പുള്ളിയുടെ ഒരു ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയാണ് ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് അത് തന്നെ സിനിമ ആക്കാന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ആക്ച്വലി പുള്ളിക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് കൊടുക്കുകയാണെങ്കിൽ പുള്ളി എന്തൊക്കെ ചെയ്യുന്ന ഒരു പിടിയില്ല. പിന്നെന്ന് വെച്ചാൽ കുറച്ച് സീനൊക്കെ എന്ന് വെച്ചാൽ AI ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അതുപോലും അടിപൊളിയായിട്ട് നമ്മളെ ഒരു വേൾഡിലേക്ക് ഇറക്കിക്കൊണ്ട് ചെല്ലുന്ന രീതിക്ക് തന്നെയാണ് അതും ജനറേറ്റ് ചെയ്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ. പിന്നെന്ന് വെച്ചാൽ പടത്തിലേക്ക് വന്നാൽ ഇത് ആക്ച്വലി ഒരു സൈഫൈ മോക്യുമെൻ്ററി ഫിലിമാണ്. ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കോമഡീസാണ്. ഒന്നും പറയാനില്ല, കിട്ടിയില്ല കോമഡീസാണ്. വെറുതെ ചളി കോമഡി ഒന്നല്ല താനത്തിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അടിപൊളി റിലേറ്റബിൾ കോമഡിയാണ്. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് പറയാനില്ല, നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത്. ഇവർ സംസാരിക്കുന്നതേ കോമഡിയാണ്. ദെൻ പടത്തിലെ മെയിൻ കാസ്റ്റിംഗ് വന്നാൽ ഗണേഷ് കുമാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ്, ദെൻ അഫ്കോഴ്സ് അനാർക്കലി മരക്കാർ പുള്ളിക്കാരിയാണ് പടത്തിൽ ഏലിയനായിട്ട് വരുന്നത്. ഇതൊരു സ്പോയിലറായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ട്രെയിലറിലൊക്കെ മെയിനായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. ദെൻ എനിക്ക് ഇത് മെയിനായിട്ട് ഈ ഒരു പടത്തിൽ സ്കോർ ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നതെന്ന് വെച്ചാൽ ഗണേഷ് കുമാറാണ്. പുള്ളിക്കാരൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പുള്ളിക്കാരൻ നിന്നാൽ തന്നെ കോമഡിയാണ്. ഓക്കെ, ഈ ആക്ച്വലി ഈ ഒരു പടത്തിൽ എല്ലാവരും വന്ന് നിന്നാൽ തന്നെ കോമഡിയാണ്. കാരണം അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണമെന്ന് വെച്ചാൽ അതിൽ എക്സ്പെഷ്യലി ഗണേഷ് കുമാറാണ് മെയിനായിട്ട് സ്കോർ ചെയ്ത് പോയതായിട്ട് എനിക്ക് തോന്നിയിരിക്കും. പിന്നെന്ന് വെച്ചാൽ പടത്തിൽ രാഘവൻ എന്ന് പറഞ്ഞിട്ട് ഒരു 8-6 ക്യാരക്ടർ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, കിട്ടില്ല. പിന്നെ വെച്ചാൽ നമ്മുടെ ഏലിയന് തുടക്കത്തിൽ സംസാരിക്കാനൊന്നും പറ്റൂല. ഒരു പെർട്ടിക്കുലർ പോയിന്റ് തൊട്ടാണ് ഏലിയന് സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നത്. പക്ഷേ അത് സംസാരിച്ച് തുടങ്ങുമ്പോണ്ടല്ലോ നിങ്ങൾ ഞെട്ടും. കാരണം അത് ഞെട്ടും. അതെന്താണെന്ന് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ കണ്ടറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ വെച്ചാൽ ഈ ഒരു പടത്തിലെ മെയിൻ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് നല്ല രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ പോലെ തന്നെയാണ് ഇതിലെല്ലാവരും സംസാരിക്കുന്നത്. അതുപോലെ ചെറിയ ചെറിയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പടത്തിൻ്റെ റേഷ്യോ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നി. ഇങ്ങനെ പല സീൻസിലായിട്ടും കൂടിയും കുറഞ്ഞൊക്കെ പോയിട്ട് ക്ലൈമാക്സ് ആകുമ്പോൾ ഫുൾ സ്ക്രീനായിട്ട് തന്നെ വരുന്ന ആ ഒരു സംഭവം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പടത്തിന് ഒരു പക്ക സ്പൂഫ് പാടായിട്ടും കാണാം. കാരണം എന്ന് വെച്ചാൽ മലയാളത്തിൽ തന്നെ പഴയ ഒരുപാട് പടങ്ങളുടെ ഡയലോഗ്സും അതുപോലെ തന്നെ സോങ്സൊക്കെ എടുത്തിട്ട് പല സീൻസിലായിട്ട് ഒരു പക്ക സ്പൂഫ് പടം പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും അവർ നല്ല അടിപൊളിയായിട്ട് ടോപ്പായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഡയറക്ഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പടത്തിലെ എഡിറ്റിങ്ങും വളരെ മികച്ചതായി നിൽക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ വിഷ്വൽ ക്വാളിറ്റിയുടെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം കേരളം അതുപോലെ തന്നെ കൊച്ചൊക്കെ കാണിക്കുന്ന നല്ല സീനൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ കൊടുത്ത ഒരു ബഡ്ജറ്റിന് ടോപ്പ് നോച്ചായിട്ട് തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേണേൽ ഈ ഒരു പടത്തിനൊരു സെക്കൻഡ് പാർട്ടിനൊക്കെ ഉള്ളൊരു സ്കോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിലേക്കൊന്നും ഞാൻ മെയിനായിട്ട് പോകുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പടം ഇഷ്ടമാണെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പോയി കാണണം അങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ല. നിങ്ങളൊരു സൈഫൈ മോക്യുമെൻ്ററി പടം അല്ലെങ്കിൽ ഒരു പക്ക ഒരു സ്പൂഫ് പടമൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ഡിസപ്പോയിൻമെൻ്റ് ആയില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ അത്രയൊക്കെയാണ് എനിക്കൊരു പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. മേ ബി ഒരു പടം OTT വരുമ്പോൾ നല്ല രീതിക്ക് വൈറലാവാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ആവാണ്ട് ഇപ്പോൾ പോയി ടിക്കറ്റ് എടുത്ത് കാണുന്നതായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം എന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മടിക്കരുത്. ഓക്കെ, സോ ഇതിൽ മെച്ച മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.